ലോക്കപ്പ് മർദ്ദനം LDFന്റെ നയമല്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് വിശ്വം. സർക്കാർ നയം നടപ്പിലാക്കാത്തവർ പോലീസിന് തലപ്പത്തുണ്ടാകാൻ പാടില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പാർട്ടിക്ക് വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ പതറാതെ നേരിടുമെന്നും ബിനോയ് വിശ്വം 24നോട് പറഞ്ഞു. ആലപ്പുഴയിലെ CPI സമ്മേളന വേദിയിൽ നിന്ന് R. ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന്റെ കണ്ണിയാണ് CPIയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വൈക്കത്ത് പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന വിശ്വനാഥന്റെ മകനാണ്. അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയായി വീണ്ടും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ബിനോയ് വിശ്വം. ആദ്യമായി അഭിനന്ദനങ്ങൾ. ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഉത്തരവാദിത്തം നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ കൂടി വരാനിരിക്കുന്നു. അപ്പോൾ വലിയൊരു വെല്ലുവിളിയായി കരുതുന്നുണ്ടോ? വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നിസ്സാരമല്ലാത്ത ഗൗരവമേറിയ വെല്ലുവിളിക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതറാതെ മുന്നോട്ട് പോകും. ഈ സർക്കാരിനെ പറ്റി വരുന്ന വിമർശനങ്ങൾ നേരത്തെ അങ്ങ് വിശദീകരിച്ചു. പോലീസുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് വിമർശനങ്ങൾ ഒരു വലിയ പ്രശ്നമല്ലേ ജനങ്ങൾക്കിടയിൽ? ഈ സർക്കാരിനെതിരെ പ്രതിച്ഛായ മോശമാക്കുന്നില്ലേ? ലോക്കപ്പ് മർദ്ദനങ്ങളെയും ലോക്കപ്പിലെ ഇത്തരം അതിക്രമങ്ങളെയും എതിർത്തുകൊണ്ട് വളർന്നു വന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോക്കപ്പുകളിലെ ഒരു അനീതിയെയും പൊറുക്കാൻ കഴിയുകയില്ല. LDFന്റെ നയമല്ല അത്. LDF പോലീസ് നയത്തിൽ ലോക്കപ്പ് മർദ്ദനമില്ല. അപ്പോൾ LDF സർക്കാരിന്റെ നയങ്ങളെ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ ലംഘിച്ചുകൊണ്ടോ പോലീസിൽ ആരെങ്കിലും പെരുമാറിയാൽ അത്തരക്കാർ താഴെയായാലും മുകളിലായാലും അവർ കുറ്റക്കാരാണ്, ശിക്ഷിക്കും അവരെ ഗവൺമെന്റ്. പക്ഷേ ഇതുവരെയും കാര്യമായ നടപടികളില്ല. അതുണ്ടാകും. ഇത്തരം കാര്യം CPI ആവശ്യപ്പെടും. അതുണ്ടാകും. ഇപ്പോൾ MR അജിത്കുമാറിന്റെ വിഷയത്തിലേക്ക് വളരെ ശക്തമായ നിലപാടെടുത്താണ്. ഈ കാര്യത്തിലും അത്തരം നിലപാടുകൾ ഉണ്ടാകും. സംശയമുണ്ട്. ഞങ്ങളുടെ നിലപാട് എപ്പോഴും വ്യക്തമായിരുന്നു. അജിത് കുമാർ എന്ന് പറയുന്ന ആളോട് ഞങ്ങൾക്ക് ഉള്ള നിലപാട് വ്യക്തിപരമല്ല. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP അടിക്കടി ഊഴം വെച്ച് RSS നേതാക്കന്മാരെ കാണാൻ പോകുന്നു. എന്തിനു വേണ്ടി പോയി എന്ന് ആർക്കും അറിയില്ല. ആ ഒരു ഉദ്യോഗസ്ഥനെ നിലനിർത്തിക്കൊണ്ട് ക്രമസമാധാന പാലനത്തിനകത്ത് ഭംഗിയായി പോകാൻ കഴിയില്ല എന്നാണ് പാർട്ടി പറഞ്ഞത്. അതുകൊണ്ട് CPI ആവശ്യപ്പെട്ടത് ആ ചുമതലയിൽ നിന്നും ADGP അജിത് കുമാറിനെ മാറ്റണമെന്നായിരുന്നു. CPI ഡിമാൻഡായിരുന്നു. അത് ഗവൺമെന്റ് പാലിച്ചിട്ടുണ്ട്. അതുപോലെ വീണ്ടും പറയുന്നു, സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് വ്യത്യസ്തമായ നയമാണ്. ആ നയം നടപ്പിലാക്കാൻ അറിയാത്തവർ കേരള പോലീസിന്റെ ഉന്നതങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. പോലീസിനോടുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ബിനോയ് വിശ്വം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ആദ്യമായി 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.